ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. അത് ലോക സിനിമയുടെ കുറച്ച് അധികം അപ്ഡേറ്റുകൾ പറയാനുണ്ട്. സോ നമ്മൾ തുടങ്ങുന്നത് ലോകേഷിനെ വെച്ചിട്ടാണ്. കാരണം കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷിന്റെ മാർക്കറ്റ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ആര് പറഞ്ഞു എന്ന് ചോദിക്കരുത്, അങ്ങനെയാണൊരു വെപ്പ്. പക്ഷെ ലോകേഷിന് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? കൈദി 2 എന്താണ് ബ്രോ അതിനെ കുറിച്ച് പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ കൈദി 2ന്റെ ഷൂട്ടിംഗ് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ കൈദി ഷൂവിന് ചോദിച്ചിട്ട് കൈദി ഷൂട്ടിന് ചോദിച്ചിരിക്കുന്നത് 75 കോടി രൂപയാണ്. 75 കോടി. കൈദി 2 ലോകേഷ് ചോദിച്ചത് 75 കോടി. ചിത്രം ഇനിയും വൈകും. കാരണം പ്രൊഡ്യൂസേഴ്സ് മെല്ലെ വലിഞ്ഞു. 75 കോടിയോ ഓടാ അവിടെ നിന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിയെ ചോദിക്കാനുള്ള ആളുണ്ടോ ചോദിച്ചാൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അതുണ്ട്. രജനീകാന്തിന്റെ കൂലിക്ക് മേടിച്ചിരിക്കുന്നത് 50 കോടിയാണെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 50 കോടിക്ക് തന്നെ ചെയ്തു കൊടുക്കാമായിരുന്നു. ഒറ്റയ്ക്ക് 75 കോടിയൊക്കെ ചോദിക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പിന്നെ കൈദി 2 ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ ഒരു സ്വീകരണം കിട്ടിയിട്ടുള്ള പടം കൈദിയാണെന്ന് പറയേണ്ടി വരും. അതിനുശേഷം വന്ന വിക്രമാണെങ്കിലും ലിയോ ആണെങ്കിലും മാസ്റ്റർ ആണെങ്കിലും ഇപ്പൊ കൂലി ആണെങ്കിലും അതിനാദ്യം ചെയ്തിട്ടുള്ള മാനഗരമാണെങ്കിലും ശരി, എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരന്റെ കൈദി അതൊരു രക്ഷയില്ല. കൈദി 2 വെയിറ്റിംഗ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംസാരം. പിന്നെ കൈദി 2 റോളക്സിനെ അടക്കം കൊണ്ടുവരും എന്നുള്ളത് പുള്ളിക്കാരൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ 75 കോടി ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇതിന്റെ മേലേക്ക് ഇനി ഒരു പക്ഷേ മറ്റുള്ള സിനിമയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. സോ കിട്ടിയ അവസരം ഉപയോഗിച്ചു എന്നും വേണമെങ്കിൽ പറയാം. എന്തരായാലും പടം വൈകും. നെക്സ്റ്റ്, ആരാണ് ആ പൂച്ചയെ അയച്ചത്? വലിയൊരു ചോദ്യമായിരുന്നു ആ സമയത്ത്. സമ്മർ ഇൻ ബത്ലഹേം ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പോസ്റ്റർ. കുറെ ആളുകൾ ഇതിന്റെ താഴെ ചോദിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ എനിക്കിത് അയച്ചു തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ 27 years സമ്മർ ഇൻ ബത്ലഹേം 2 സെക്കൻഡ് പാർട്ട് വരികയാണോ? ഒരിക്കലുമല്ല. ഈ സെക്കൻഡ് പാർട്ട് വന്നാൽ പടം മൂഞ്ചി തിരിഞ്ഞ് വട്ടപൂജയായി ഇല്ലാണ്ടായി പോകും. കാരണം സുരേഷ് ഗോപി ആ പഴയൊരു ഇന്ത്യാനാലിറ്റി ഇല്ല. ജയറാമേട്ടൻ എന്തൊക്കെ പറഞ്ഞാൽ പഴയൊരു ഇന്ത്യാനാലിറ്റി ഇല്ല. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ. പുള്ളിക്കാരൻ ഇപ്പൊ ഇല്ല. സോ കലാഭവൻ മണിച്ചേട്ടനൊന്നും ഇല്ലാതെ പിന്നെ ആരെയാണ് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക? അത് അതിൻ്റെ ആ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓളം അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലെ പാട്ടുകളാണെങ്കിലും കുന്നിമണിക്കൂട്ടിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ എന്ത് രസമാണ്. അപ്പോൾ അതിന്റെ വില കളയുന്ന പരിപാടിയാവും. എന്തായാലും ഇവർ ഉദ്ദേശിച്ചതല്ല, റീ റിലീസാണ്. പടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഇനി തുടരും സിനിമ വന്നതോടുകൂടി അതിലെ വില്ലന്റെ പേര് വാനോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകാശ് വർമ്മ പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വോഡഫോണിന്റെ പരസ്യം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു. ഏറ്റവും ലാസ്റ്റ് ഒന്നല്ല, ആരും കൊതിച്ചു പോകും എന്നുള്ള സാധനം ഭയങ്കര സംഭവമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലാലേട്ടനെ പ്രകാശ് വർമ്മ അല്ലേ പ്രകാശ് വർമ്മ സംവിധാനം ചെയ്യുമോ എന്നുള്ളൊരു, ഡയറക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം. അത് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഒരു പടം റെഡി ആയിരുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ പച്ച നുണയാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് എത്രയാണ്, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള, ലാലേട്ടന് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടണം. അങ്ങനെ കിട്ടണം, നമുക്ക് ആലോചിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പൊ നിലവിൽ അദ്ദേഹം ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് സത്യം. അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാട്ടാളന്റെ എല്ലാ പരിപാടികളും സെറ്റായി. അതിന്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. പൂജാ സെറിമണി ഓൾറെഡി കഴിഞ്ഞു. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂജാ സെറിമണി കഴിഞ്ഞിട്ടുള്ളത് 22-ാം തീയതി 4 മണിക്കായിരുന്നു. നമ്മുടെ നാഗക്കോൽ ഉണ്ടായിരുന്ന പല ആളുകളും ഈ സിനിമയിലുണ്ട്. എന്തായാലും കാട്ടാളൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇറക്കാൻ പോകുന്ന സിനിമയാണ്. കാരണം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള കാസ്റ്റ്, ഇവൻ ഹനാൻഷ അടക്കം ഇതിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഹനാൻഷ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സിനിമകളിലേക്ക് ഒരുപാട് ആളുകൾ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത് അതിന്റെ പ്രൊഡ്യൂസർ ഷരീഫ് മുഹമ്മദിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രം ഏറ്റെടുത്തിട്ടുള്ള ഒരു കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ആണ് ആ സിനിമയ്ക്ക് ഇപ്പോൾ ഉള്ളത്. സോ കാട്ടാളൻ ഭയങ്കരമായി വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. LIK ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ സിനിമ ഞാൻ വെയിറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ പ്രദീപ് ഇതിലെ നടനാണ്. കാരണം പുള്ളിക്കാരൻ്റെ എല്ലാ സിനിമയും ഒന്നിനൊന്ന് വെച്ചിരുന്നു. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ഡ്രാഗൻ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു രസം പുള്ളിക്കാരനുണ്ട്. സോ പ്രദീപ് രംഗനാഥൻ നായകനായി വരുന്ന, നായിക ആരായിരുന്നു? പുള്ളിക്കാരുടെ പേര് എനിക്കറിയില്ല. നല്ല സൂപ്പർ നടിയാണ്, കാണാൻ നല്ല രസമൊക്കെയുള്ളൊരു നടിയാണ്. അനിരുദ്ധ് മ്യൂസിക്കൽ സി യു ഇൻ തിയേറ്റേഴ്സ് ഓൺ October 17 തിയേറ്ററിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്,
അല്ലു അർജുൻ അഡ്ലി മൂവി. ഈ സിനിമ 900 കോടിയാണെന്ന് പറഞ്ഞു, 800 കോടിയാണെന്ന് പറഞ്ഞു, 500 കോടിയാണെന്ന് പറഞ്ഞു, 400 കോടിയാണെന്ന് പറഞ്ഞു, 350 കേട്ടിരുന്നു. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് 700 കോടിയാണെന്നാണ്. കോടിക്കൊന്നൊരു വില ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കാകെ അറിയുന്ന കോടി ഓണക്കോടിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ അപ്ഡേറ്റിലേക്ക് പോവാം. AA22 x A6. ഇവിടെ ഒരു ഫാൻ മെയ്ഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡ്രാഗൺ ആണെന്ന് തോന്നുന്നു, ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗെയിം ഓഫ് ത്രോൺസ് ഡ്രാഗന്റെ മുഖം എടുത്ത് വെച്ചതായിരിക്കാം ഒരു പക്ഷേ. AA22 is shaping upon a mind-blowing budget of 700+ crore. And that's not all. Sun Pictures is in talk to collaborate with Warner Bros. Oh my God. For a massive Hollywood release. This is gearing up to be a pan-world film. Pan-Indian അല്ല, pan-world. ലോകോത്തര നിലവാരത്തിൽ ഒരു സിനിമ ഇറക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തരാകും എന്നുള്ളത് കണ്ടറിയണം. പാൻ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല. പിന്നെ 2500 കോടി കിട്ടി എന്ന് പുഷ്പ അവകാശപ്പെടുമ്പോൾ 700 കോടി ചെലവാക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വലിയ എമൗണ്ട് അല്ല അവരെ സംബന്ധിച്ച്. പാൻ വേൾഡ് സിനിമയൊക്കെ ഇറക്കുക പറഞ്ഞാൽ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുപോലെ നമ്മുടെ AR മുരുകദോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത്? ഐ ഹാവ് എൻ ഐഡിയ ഫോർ കത്തി 2 as well. In the climax, the hero goes back to prison. വീണ്ടും ജയിലിലേക്ക് പോകണം. ആര്? നമ്മുടെ സ്വന്തം തലപതി. അത് അംഗീകരിക്കാൻ പറ്റില്ല. And Samantha says, I will wait for you. I'm waiting എന്ന് പറഞ്ഞതിന് പകരം പുള്ളിക്കാരി പറയാം I will wait for you എന്ന് പുള്ളിക്കാരി പറയുന്നു. ഭയങ്കരമായിരിക്കും. I kept that intentionally to set up a sequel. എന്തൊക്കെ പറഞ്ഞാലും കത്തി നല്ല രസമുള്ള, കണ്ടിരിക്കാൻ പറ്റുന്ന, വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിലൊരു മാസ് അപ്പിയറൻസും പുള്ളിക്കാരൻ്റെ സ്റ്റൈലും സ്വാഗും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരൻ ആദ്യം ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര ലക്ഷം ജനങ്ങളാണ് രണ്ടാമത്തെ സമ്മേളനത്തിന് വന്നിരുന്നത്, TV സംസ്ഥാന സമ്മേളനത്തിന്. വേറെ ലെവൽ പുള്ളിക്കാരൻ, വേറെ ലെവലെങ്കിൽ അറിയില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. എന്താകും, CM ആകും അറിയില്ല. മൊത്തം 200 എത്ര സീറ്റുമാണ്, ആ സീറ്റിൽ മുഴുവൻ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മത്സരിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അത്രയും ആളുകളെ നിർത്തി വിജയിപ്പിച്ച വിജയിക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ഷനിൽ സ്റ്റാലിനെതിരെ മുട്ടി നിന്ന് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് തമിഴക സിനിമ മാത്രമല്ല ഇന്ത്യൻ ജനങ്ങൾ മുഴുവൻ നോക്കി കാണുന്ന വലിയൊരു സംഭവമാണ്. സോ അതിനുശേഷം ഇതൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതുവരെ നമുക്കൊരു ഉറപ്പില്ല പുള്ളിക്കാരൻ വരുമില്ല എന്നുള്ളത്. സോ തൽക്കാലം അതവിടെ നമ്മൾ പറഞ്ഞു എന്നുള്ളതുള്ളൂ, അവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് മക്കളെ ലോക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോക സിനിമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 1-2 അപ്ഡേറ്റ് ഒന്നുമല്ല, ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ നമ്മൾ മമ്മൂട്ടി കമ്പനി അടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. 6 days to go എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കുട്ടി കുന്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലോക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു സാധനം കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ബോധിധർമ്മൻ വരുന്ന സമയത്തുള്ള ഒരു ചൈനക്കാരെ കാണിക്കുന്നില്ല. ആ സമയത്തുള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്യണത് പോസ്റ്റ് ആയിട്ട്. ബട്ട് അത് ക്വാളിറ്റി ഭയങ്കര, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ഇതാണ് സംഭവം. 28 August ഇൻ സിനിമാസ് 28 August ആണ്, 28 ഓഗസ്റ്റിനാണ് തിയേറ്ററിൽ വരുന്നത്. നമ്മൾ ആദ്യമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. ലോക എന്ന് പറഞ്ഞിട്ട് Chapter 1 ചന്ദ്ര, എന്നിട്ട് ബേക്കിൽ ചന്ദ്രഫുമ്മർ പോണിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ചന്തു, സലീം കുമാർ ഉണ്ട്, പിന്നെ അവർ 3 പേരുണ്ട്. നെസ്ലിനൊക്കെ ഫുൾ ഗെയിമിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് പഴയ കാലത്തിലേക്കൊക്കെ ഇതിന്റെ കഥ പോകുന്നുണ്ടെന്ന് തോന്നുന്നത്. സോ ഇതൊരു ഗംഭീര സിനിമ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഭയങ്കര പ്രതീക്ഷയാണ് സിനിമയുള്ളത്, കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് DQ വേഫർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നതാണ്. നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ ബൈ PM പെൻ മരുദാർ. എൻ്റെ അമ്മ, നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ അവരാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത് പറയാനുള്ളത്, ഒരു മിനിറ്റ് അതൊന്ന് സൂം ചെയ്യട്ടെ. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന റിലീസ് ബൈ സിത്താര എന്റർടൈൻമെന്റ്. എൻ്റെ അമ്മോ, ഭയങ്കരമാണ്. സിത്താര എന്റർടൈൻമെന്റ് വി ആർ ത്രിൽ ടു അനൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിത്താര എന്റർടൈൻമെന്റ് ആണ് ഇവിടെ ഈ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് കർണാടക ഡിസ്ട്രിബ്യൂഷൻ ബൈ ലൈറ്റർ ബുദ്ധ ഫിലിംസ്. സോ കർണാടക ഗെറ്റ് റെഡി, വി ആർ സൂപ്പർ എക്സൈറ്റഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് കുറെ DQ വേഫർ ഫിലിംസ് അതിന്റെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സോ കർണാടകയും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പരിപാടി. നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യൻ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ DQ അറിയാലോ, DQ കർണാടകയിലും തെലുങ്കാണെങ്കിലും മലയാളത്തിനോളം ഒരു പക്ഷേ ഫാൻസ് ഉള്ളൊരു നടൻ. അത് ഭയങ്കരമായിട്ടുള്ളൊരു
അച്ചീവ്മെന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു യങ്സ്റ്ററിനും അത്തരത്തിലൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇവിടെ നമുക്ക് പൃഥ്വിരാജിനെ എടുക്കാം, ടൊവിനോ തോമസിനെ എടുക്കാം, അതല്ലാതെ ഒരുപാട് പെപ്പെ എടുക്കാം, ഉണ്ണിമുകുന്ദൻ എടുക്കാം, ആസിഫ് അലി എടുക്കാം, സണ്ണി വെയിൻ, അങ്ങനെ ആരെടുത്തു കഴിഞ്ഞാലും DQനെ പോലെ ഒരു പാൻ ഇന്ത്യൻ അപ്പിയറൻസ്, പാൻ ഇന്ത്യൻ ഒരു 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 എന്താ പറയാ, അതൊരു അച്ചീവ്മെന്റ് ആണ്. അത് കിട്ടിയിട്ടുള്ള ഒരു നടൻ സത്യം പറഞ്ഞാൽ വേറെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നമുക്കുണ്ടോ ഒരു പാൻ ഇന്ത്യൻ നടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളും പറയുമെങ്കിലും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് DQ ദുൽഖർ സൽമാൻ. സോ പുള്ളിക്കാരന് ആ ഒരു എല്ലാ സംഭവവും, അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരന്റെ ആ ഒരു സംഭവത്തിനെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഒരു അച്ചീവ്മെന്റിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ കൊളാബ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലൊക്കെ കൊളാബറേഷൻസ് എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മരുത തന്നെയല്ല അതിന്റെ ഇത് വരുന്നത്, അത് ലൈറ്റർ ബുദ്ധ, സിത്താര എന്റർടൈൻമെന്റ്സ് ഒക്കെ എത്ര ഗംഭീരമായിട്ടുള്ള പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, എത്ര വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. സോ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പടം ഇറക്കുക എന്ന് പറയുമ്പോൾ ഹീസ് കുക്കിംഗ് സംതിങ് ബിഗ് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ സംതിങ് സ്പെഷ്യൽ എന്ന് വേണം പറയാൻ. ആൻഡ് ഇതിന്റെ പാട്ട് ജ്യോതി നൂറാൻ, പുള്ളിക്കാരിനൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മാതിരി ഒരു പാട്ട് ജെയ്ക്സ് ബിജോയ് ചെയ്യുമ്പോൾ അതിന്റെ പാട്ടിൽ തന്നെ തന്നിട്ടുള്ള ചില സൂപ്പർ നാച്ചുറൽ പരിപാടികളും ആക്ഷൻ സീക്വൻസും പുള്ളിക്കാരി, അതായത് കല്യാണി പ്രിയദർശൻ, എന്താ പറയാ, ഞാനില്ല ഈ പരിപാടി, ഗേറ്റിന്റെ അപ്പുറത്ത് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്ന സാധനം, ഇതൊക്കെ എന്ത് രസം, അത് അങ്ങനെ സൗണ്ട്, ഇതൊക്കെ എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറേ ലിസ്റ്റുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ രാമായണം. ബിക്കോസ് ഓഫ് അതിലെ യശ്, അതുപോലെ അതിലെ നായകന്മാര്, യശ് രാവണനായി വരുന്ന പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുള്ളത്. അതുപോലെ എല്ലാവരും, അത് സായി പല്ലവി ആണെങ്കിലും എങ്ങനെ ഉണ്ടാവും ആ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒന്നും ഒരു ഡൗട്ടും ഇല്ല. ആ ക്യാരക്ടർ എത്രമാത്രം പുള്ളിക്കാർക്ക് മാച്ച് ആവും എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. രൺവീർ കപൂർ ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ടുള്ള കാസ്റ്റിംഗ് ആണുള്ളത്, ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ ഇതിന്റെ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഇതിന്റെ എന്തൊരു മൽഹോത്ര ആയിരുന്നു അതിന്റെ ഡയറക്ടർ, പുള്ളിക്കാരനൊക്കെ കറക്റ്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു പാൻ വേൾഡ് ഐറ്റമാണ്. അതായത് വെറുതെ നമ്മൾ ഒരു ഇന്ത്യൻ സിനിമ രീതിയിലല്ല ചെയ്യണത്. ഇതിന് മൊത്തം ലോകം മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാമായണ എന്ന് പറയുന്ന ആ ഒരു മിതോളജി, അതിന്റെ സ്റ്റോറി ബേസിനും അതിലെ കഥാപാത്രങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു വില ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഒരു അവരിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കഥാപാത്രങ്ങൾ അത്ര വൈൽഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്ര വൈഡ് ആയിട്ട് എത്തിയിട്ടുള്ളതാണ്. വൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് രാമായണക്കൊക്കെ. അപ്പോൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ലോകം മുഴുവൻ അറിയുന്ന രീതിയിലൊരു സിനിമ എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് ആ സിനിമ അത്തരത്തിൽ വേൾഡ് വൈഡ് ഇതിനൊരു, വീണ്ടും പറയുന്നത് പാൻ ഇന്ത്യൻ അല്ല, വേൾഡ് വൈഡ് ഇതിനൊരു അവരുദ്ദേശിച്ചിട്ടുള്ള ഒരു രീതിയിലൊരു സ്വീകരണം കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു വെൽക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ പരാജയമായി കണക്കാക്കും എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരങ്ങനെ കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ആദ്യമേ പറഞ്ഞിടണം എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വേണം. അതുപോലെ ഈ ദിവാലിക്കാണ് അത് ഫസ്റ്റ് പാർട്ട് വരുന്നത്, 2026 ദിവാലിക്കാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. 2 പാർട്ടായിട്ടാണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. മേ ബി 3 പാർട്ട് പോയേക്കെന്നുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. സോ അതൊരു വൻ സിനിമ ആയിരിക്കും തോന്നുന്നു. സോ അത് വരുന്നവരെ മലയാളത്തിൽ നിന്ന് ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഞാൻ വെയിറ്റിംഗ്. സിനിമ നല്ല സിനിമയാവട്ടെ, എന്തായാലും കുറച്ച് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കുന്ന ഒരുപാട് സിനിമകളാണ് വരാനുള്ളത്. ഞാൻ കാത്തിരിക്കുന്ന സിനിമകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ വിട്ടുപോയതിൽ നല്ല സിനിമയുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.